ഹലോ നമസ്കാരം. എം ടോക്കീസ് 2013 മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കടലിലെ വെള്ളമായിട്ട് പോകുക എന്താണെന്നറിയോ? മരുമലച്ചേരുവിലെ പഠിപ്പുപോയി ശരിക്കും ഒഴിക്കണം. ചെരുപ്പയിലൊഴിക്കുക. ഇതെല്ലാം പോട്ടെ. ചെരുപ്പിന്റെ പുറയിലുണ്ട് പുറം ഭാഗത്തുണ്ട് ചെരുപ്പിന്റെ അടിയിലുണ്ട്. ആ വണ്ടിയിലേക്ക് അകത്തുമാണ്. ചെരുപ്പൂരിട്ട് അടിയിലൊഴിക്കുക. ചെരുപ്പൂര് അയ്യോ, ഈ ചൂടത്തൊന്നും നടന്നില്ല. വിചാരിച്ച പോലൊന്നും ഡാൻസ് ചെയ്യാനായിട്ട് പറ്റിയില്ല. നല്ല ചൂട്. കുറേ പ്ലാനായിട്ടാണ് ബീച്ചിൽ വന്നത്. റീൽസ് എടുക്കാനും ഓണത്തിൻ്റേതായിട്ടുള്ള കുറേ ക്രിയേറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ മൈൻഡിലുണ്ടായിരുന്നു. പക്ഷേ ഒന്നും നടന്നില്ല. ജസ്റ്റ് ചെന്നു, ഒരു 10 മിനിറ്റ് വീഡിയോ എടുത്തു, വണ്ടിയിൽ കയറുന്നതിന് മുമ്പായിട്ട് ബീച്ചിൽ നിന്ന് 2 കുപ്പി വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. അതൊഴിച്ച് കാലൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് കാറിലോട്ട് കയറ്റിയത്. ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും നല്ല ചൂടായിരുന്നു. പിന്നെ നമ്മൾ കാറിൻ്റെ വെളിയിലിറങ്ങി ഇത്രയും ചൂടത്ത് നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോന്നു. അതേസമയം വിൻ്റർ സീസണിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ഫുഡൊക്കെ വന്ന് കഴിക്കുന്നൊരു സ്ഥലമാണ്. ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. പകരം വീട്ടിൽ നിന്ന് നമുക്കിഷ്ടമുള്ള ഫുഡ് എന്തെങ്കിലും കുക്ക് ചെയ്തുകൊണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് പാഴ്സൽ മേടിച്ച് കഴിക്കുകയോ ചെയ്യാം. പിന്നെ ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വേസ്റ്റൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഡിസ്പോസ് ചെയ്യുകയും വേണം.
ഞങ്ങൾ ബീച്ചിൽ പോയി വന്നതിന് ശേഷം ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ ഫുഡ് കഴിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു അത്യാവശ്യം. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വൈകുന്നേരം വേറൊരു പരിപാടിയുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ ആക്ട്രസ് സുരഭി ലക്ഷ്മി മാമിൻ്റെ ഒരു ഡ്രാമ, ബോംബെ ടൈലേഴ്സ് എന്നാണ് അതിൻ്റെ പേര്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ കുറേ ദിവസങ്ങളിവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 52 കലാകാരന്മാരാണ് അതിന് വേണ്ടിയിട്ട് പോയത്. അപ്പം അവരെല്ലാം സെലക്ട് ചെയ്തുകൊണ്ട് അത് എന്താ പറയുന്നത്, ഞങ്ങൾക്കും അത് കാണാനുള്ളൊരു ഭാഗ്യം കിട്ടി. അപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ അതിനകത്ത് അഭിനയിക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയൊരു അവസരമാണത്. അപ്പം ഞങ്ങൾ എന്തായാലും അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് പല ക്ലിപ്പുകൾ ഇതിനകത്ത് ഇടാൻ പറ്റില്ലല്ലോ. അങ്ങനെ ചെറിയ ചെറിയ രീതിയിലുള്ള ഫോട്ടോസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. നല്ല ഭംഗിയായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. നാടകം എന്ന് പറയുമ്പം നമ്മൾ പണ്ട് കാലങ്ങളിൽ നമ്മുടെ എന്താ പറയുക അമ്പലങ്ങളിൽ ബാലെ നാടകം അതൊക്കെയല്ലേ കണ്ടിട്ടുള്ളൂ. അതിന് ശേഷം കുറേ വർഷങ്ങൾ, എനിക്ക് തോന്നുന്നു ഒരു 20 വർഷത്തിന് മേളിലായിട്ടുണ്ട് ഇത്തരം ഒരു ഡ്രാമയൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഇതിങ്ങനൊരു അവസരം കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉത്സവപ്പറമ്പുകളിലൊക്കെ പോയി നാടകം കണ്ടിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് ഇത്രയും അഡ്വാൻസ്ഡ് ആയില്ലേ. അപ്പോൾ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് നമുക്കതിൽ നിന്നൊരു കിട്ടുമെന്നൊരു തോട്ടുണ്ടായേ. അങ്ങനെ അതുമല്ല, ഞാൻ പറഞ്ഞായിരുന്നല്ലോ എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ എല്ലാവരെയും കൊണ്ടൊന്ന് പ്രോത്സാഹിപ്പിക്കാനും കൂടെയാണ് പോയത്. എന്തായാലും അവിടെ ചെന്നു, ഒരു രക്ഷയില്ലായിരുന്നു. സൂപ്പർ നാടകമായിരുന്നു. ഒരു 2.5 മണിക്കൂർ ഒരു മനുഷ്യൻ പോലും മൊബൈൽ എടുത്തിട്ടില്ല. അപ്പോൾ അവരതിന് പ്രത്യേകം പറയുന്നത്. അതുപോലെ സുരഭി മാമിൻ്റെ അഭിനയം എന്ന് വെച്ചാൽ അറിയാം, കിടുക്കാച്ചി അഭിനയമോ, ഒരു രക്ഷയില്ല. അതിനകത്ത് ഓരോ ആളുകളും, അതുപോലെ അതിനകത്ത് എല്ലാം ഉണ്ട്. ഒരു പ്രണയം ആയിക്കോട്ടെ അതുണ്ട്. അങ്ങനെ എല്ലാം കൂടെ ഒരു കമ്പൈൻ ചെയ്തൊരു ഡ്രാമയായിരുന്നു. പക്ഷെ നല്ല രസമായിരുന്നു കാണാനായിട്ട്. അത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒന്നും നമുക്ക് ക്ലിപ്പുകളോ ഒന്നും ഇതിനകത്ത് ഇടാൻ പറ്റില്ല. കാരണം അവരത്ര എഫേർട്ട് എടുത്ത് ചെയ്തൊരു പരിപാടിയല്ലേ. അപ്പം ഞങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നു. പക്ഷേ അതിടുന്നില്ല. കുറച്ച് സുരഭി മാമിനെ കാണിക്കാൻ വേണ്ടി ആ ഒരു 1-2 ഇത് മാത്രമേ ഞാൻ അത് ഇടുന്നുള്ളേ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് കേട്ടോ ഇത്. സൂര്യനെ കണ്ടു കുറേ ഞാൻ ഇപ്രാവശ്യം ഈ സൂര്യൻ്റെ ഒരു ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ കുറേ നാൾ കൂടിയാണ് ഇങ്ങനത്തെ, കാരണം ഞങ്ങൾ വീട്ടിൽ നിന്ന് സ്റ്റാർട്ടായപ്പോൾ തൊട്ട് ഇങ്ങനെ സൂര്യനെ കാണാൻ തുടങ്ങിയതാണ്. സൂര്യൻ ബാക്കിൽ, സൂര്യൻ ഫ്രണ്ടിൽ, പിന്നെ സൂര്യൻ സൈഡിൽ, അങ്ങനെ മൊത്തത്തിലൊരു സൂര്യമയമായിരുന്നു. ഓരോ അസ്തമയവും നമുക്ക് നൽകുന്നത് പുതിയ പുതിയ പ്രതീക്ഷകളാണല്ലോ. ഇന്നത്തെ പ്രതീക്ഷകൾ അസ്തമിക്കാറായി, നാളത്തെ പുതിയൊരു പ്രതീക്ഷയോടെ. അപ്പോൾ ഇന്നത്തെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഒന്നുമല്ല, സുരഭി ചേച്ചീനെ കാണാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന ചാൻസുകളാണ്, ഭാഗ്യങ്ങളാണ്. അപ്പോൾ ഇന്നൊരു അങ്ങനൊരു ഭാഗ്യം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും അത് നമ്മുടെ ദൈവത്തോട് നന്ദി പറയുന്നു. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ പോവാട്ടോ. പോകുന്ന വഴിക്ക് താണ്ടേ ചെമ്പരത്തിപ്പൂ കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇതുപോലുള്ള പച്ചപ്പും ഊഷ്മളതൊക്കെ കാണുമ്പം ഞാനത് പകർത്താതിരിക്കാനും മറന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കുവാണേ. കാരണം ഷോ തുടങ്ങാനായിട്ട് ഇനി ഒരു 1.5 മണിക്കൂർ താമസമുണ്ട്. ഞങ്ങളുടെ ഫ്രണ്ട് ഒലിവിയനെ വിളിച്ചപ്പോൾ ഓൺ ദ വേ ആണെന്നാണ് പറഞ്ഞത്. റിങ്ങും ചെരുപ്പ് കിട്ടത്തില്ല. സ്കൂളിൻ്റെ മുറ്റത്ത് ഇരിക്കുന്ന ചെമ്പരത്തിപ്പൂ കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, നാട്ടിലെ പല കാര്യങ്ങളും ഓർമ്മ വന്നേ. നാട്ടിൽ എന്തുമാത്രം ചെടികളുണ്ടല്ലേ. അതുപോലെ ഈ ഒരു പുൽച്ചെടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടല്ലോ. എന്ത് ഇതായിട്ടാണ് ഇതിനെയൊക്കെ പരിപാലിച്ച് ഇവിടെ നിർത്തിയേക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. നല്ല കാറ്റും ഉണ്ടായിരുന്നേ. പിന്നെയെന്ന് വെച്ചാൽ ചൂട് കാറ്റാണ്. ഇവിടെ കാലാവസ്ഥ പൊതുവേ ഇതാണല്ലോ, നല്ല ചൂടാണേ.
അപ്പോൾ ഇത് കണ്ടോ, ഇത് വീടിൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള ദൃശ്യമാണ്. അപ്പോൾ മഞ്ഞൊക്കെ കയറി വരുന്നതുണ്ടോ, നല്ല തണുപ്പ്, നല്ല രസമാണ്. രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ പ്രത്യേക ഒരു ഫീലാണ് അവിടെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് വീട്ടിലൊരു ഓർമ്മ വന്നപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ ഇട്ടെന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഇനിയിപ്പോൾ എന്താ പറയുന്നത്, ഞങ്ങൾ ജസ്റ്റ് അവിടെയൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് നിൽക്കുക. ഞങ്ങളകത്ത് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഒരുപാട് സീറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ റിസർവ്ഡ് ആയിട്ടുള്ള സീറ്റുകളും പിന്നെ ടിക്കറ്റൊക്കെ അവർ പുറത്ത് വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം നാടകം തുടങ്ങാനായിട്ട് താമസമില്ല, പെട്ടെന്ന് തന്നെ തുടങ്ങും. അപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കട്ട വെയിറ്റിങ്ങാണ്. ആ വർഷത്തെ കേരള സർക്കാരിന്റെ സംസ്ഥാന പുരസ്കാരങ്ങളിൽ മികച്ച നേട്ടമാണ് ബോംബെ ടൈലേഴ്സ് നേടിയത്. മികച്ച നടിയായി സുരഭി ലക്ഷ്മി, പിന്നെ പ്രോഗ്രാം കഴിഞ്ഞപ്പോഴത്തേനും 10-11 മണി ആയിട്ടുണ്ടായിരുന്നു. നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് പെട്രോൾ പമ്പിൻ്റെ അവിടുത്തെ ഒരു കട KFC ആയിരുന്നു. അവിടെ തൽക്കാലം കയറി കഴിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മുടേതായുള്ളൊരു കടയിൽ കയറി കഴിക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമ്മളെ ആ ഒരു പോകുന്ന വഴിക്ക് കടകളൊന്നും പ്രത്യേകിച്ച് കാണാത്തതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം KFC വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ KFC ഒക്കെ ഓർഡർ കൊടുത്തു. ഞാനും നീനാമ്മയും ഉണ്ടായി. അപ്പോൾ ഞങ്ങളവിടെ നിന്ന് കഴിക്കുക. ഞങ്ങളിങ്ങനെ ഓരോ വർത്താനൊക്കെ പറഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്ത് അവിടെ ബാക്കിൽ പോയി നമുക്ക് ഇരിക്കാം. ഫുഡ് കോർട്ടാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയി ഇരുന്ന് കഴിക്കാം. ഞങ്ങൾ സാധനമൊക്കെ മേടിച്ച് അവിടെ നിന്ന് കഴിച്ചിട്ടാണ് പെട്ടെന്ന് തന്നെ ഇറങ്ങി. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ വരുന്നിടം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.